ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുസ്തകവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. റീത്തയുടെ പാഠങ്ങൾ എന്ന പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമുന്നതയായ നേതാവ് സഖാവ് വൃന്ദ കാരാട്ടിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് റീത്തയുടെ പാഠങ്ങൾ. 1975 മുതൽ, അതായത് അടിയന്തരാവസ്ഥ കാലം മുതൽ 1985 വരെയുള്ള 10 വർഷക്കാലത്തെ ഓർമ്മകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഖാവ് വൃന്ദ നമുക്ക് ഏവർക്കും പരിചിതയാണ്. എന്നാൽ ആരാണ് ഈ റീത്ത? എന്താണ് റീത്തയുടെ പാഠങ്ങൾ? ഇത് റീത്തയുടെ കഥയാണ്. 1947 ഒക്ടോബറിലാണ് അശ്രുകണയുടെയും സൂരജ് ലാൽ ദാസിൻ്റെയും മകളായി വൃന്ദ കൽക്കത്തയിൽ ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബിരുദ പഠനവും കഴിഞ്ഞ് തൻ്റെ 19ാമത്തെ വയസ്സിൽ വൃന്ദ ലണ്ടനിലേക്ക് പറന്നു. തിയേറ്റർ പഠനമായിരുന്നു ലക്ഷ്യം. പാർട്ട് ടൈം ജോലിയും തിയേറ്റർ പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നാണ് കരുതിയത്. എന്നാൽ എയർ ഇന്ത്യയിൽ ജോലി ലഭിച്ചു. ആ ജോലി സമ്മർദ്ദങ്ങൾക്കിടയിൽ തൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഈ കാലയളവിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വൃന്ദയുടെ പോരാട്ട വീര്യം അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി. അതിങ്ങനെയാണ്. എയർ ഇന്ത്യയിലെ സ്ത്രീകളായ ജീവനക്കാരികൾ എല്ലാവരും പാവാടയും ജാക്കറ്റും ധരിക്കണമെന്നായിരുന്നു. എന്നാൽ വൃന്ദ തൻ്റെ സ്ഥിരം വേഷമായ സാരി തന്നെ ധരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അതിനുവേണ്ടി അവൾക്ക് എയർ ഇന്ത്യയുമായി ഒരു പോരാട്ടത്തിൽ തന്നെ ഏർപ്പെടേണ്ടി വന്നു. എന്തായാലും എല്ലായ്പ്പോഴും എന്ന പോലെ വൃന്ദ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ആ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവുകയും അതിനുവേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യാൻ ആ പെൺകുട്ടിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു എന്ന് കാണിക്കുകയാണ്. 1960കളുടെ അവസാനം എന്ന് പറയുന്നത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലമാണ്. ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ നടക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ. സഖാവ് ജ്യോതി ബസുവിൻ്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ലണ്ടനിലാണെങ്കിലും വൃന്ദ ഈ വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ലോകമെമ്പാടും തന്നെ അത് പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഒരു കാലമായിരുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കൂടുതൽ അറിയുന്ന വൃന്ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ അംഗമാവാൻ തീരുമാനിക്കുന്നു. തൻ്റെ നാട്ടിൽ നടക്കുന്ന ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവാൻ. ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ പോരാട്ട വീര്യമുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ആഗ്രഹിക്കാതിരിക്കാനാവും? അവൾ ആവേശഭരിതയായി അങ്ങനെ തൻ്റെ 22ാമത്തെ വയസ്സിൽ കൽക്കത്തയിലേക്ക് എയർ ഇന്ത്യയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വൃന്ദ തിരിച്ചു പറന്നു. കൽക്കത്തയിലെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അംഗമാവാനും ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവാനുമായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ പശ്ചിമ ബംഗാൾ പാർട്ടി സെക്രട്ടറിയായ സഖാവ് പ്രമോദ് ദാസ് ഗുപ്തയെ കണ്ടുമുട്ടുന്നു. ഒരു ഉന്നതവർഗ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ വൃന്ദയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാനുള്ള, ഒരു തൊഴിലാളി വർഗ പാർട്ടിയിൽ ചേരണമെന്നുള്ള ആഗ്രഹം വളരെ വിചിത്രമായാണ് അനുഭവപ്പെട്ടത് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ആവാം സഫലമാവാതെ പോയ ഒരു അഭിമുഖ പരീക്ഷ പോലെയായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് വൃന്ദ എഴുതുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ വീണ്ടും വന്ന് കാണാനാണ് പ്രമോദ് ദാസ് ഗുപ്ത ആവശ്യപ്പെടുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൃന്ദ വീണ്ടും പ്രമോദ് ദാസ് ഗുപ്തയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം അവരോട് സർവകലാശാലയിൽ വിദ്യാർത്ഥികളോടൊപ്പം പ്രവർത്തിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു പരീക്ഷണകാലം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ദുഷ്കരമാണ്, പാർട്ടിയിൽ ചേരാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാനും സ്വയം വിമർശനത്തിന് വിധേയമാവാനുമൊക്കെയുള്ള ഒരു കാലമായിരുന്നു അത്. എന്തായാലും നിശ്ചയദാർഢ്യമുള്ള ആ പെൺകുട്ടി വൃന്ദ ആ പരീക്ഷണ കാലയളവ് വിജയകരമായി പൂർത്തിയാക്കി തൻ്റെ 23ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ അംഗമായി. എന്നിരുന്നാലും
ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവാനുള്ള അവളുടെ ആഗ്രഹം, ഒരു സ്വപ്നമായി തന്നെ നിന്നു. 1970 മുതൽ 75 വരെയുള്ള കാലം ബംഗാളിൽ കൽക്കത്തയിൽ തന്നെ ആയിരുന്നു അവളുടെ പ്രവർത്തന കേന്ദ്രം. എന്നാൽ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ 1975 അടിയന്തരാവസ്ഥ കാലത്താണ് ഡൽഹിയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ പാർട്ടി വൃന്ദയെ നിയോഗിക്കുന്നത്. അത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലമാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എല്ലാത്തരം അടിച്ചമർത്തലുകളുടെയും ഒരു കാലമാണ്. സാധാരണ കാലത്ത് തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ഏറെ ദുഷ്കരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അത് വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ ഉത്തരവാദിത്വം തന്നെയാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മുതലാളിമാർക്കൊരു സുവർണാവസരം പോലെയായിരുന്നു. എല്ലാത്തരം അടിച്ചമർത്തലുകളുടെയും ഒരു കാലം. തൊഴിലാളികളെ അവരുടെ അവസാന തുള്ളി ചോരയും ഊറ്റിയെടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മുതലാളിത്തത്തിന് ലഭിച്ച ഒരു അവസരമാണ്, ഒരു സുവർണാവസരമാണ്. അവരത് ഫലപ്രദമായി ഉപയോഗിച്ചു. ആ കാലത്താണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കായി വൃന്ദ നിയോഗിതയാവുന്നത്. ഇതേ സമയം കൽക്കത്തയിൽ വൃന്ദ താമസിച്ചിരുന്ന മുറി പോലീസുകാർ കുത്തി തുറന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോയ കുറച്ച് സഖാക്കൾ വൃന്ദയുടെ കൽക്കത്തയിലെ മുറി ഉപയോഗിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ആ മുറി കുത്തി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ഡൽഹിയിലിരുന്ന വൃന്ദ ഇത് അറിയുമ്പോൾ പാർട്ടി അവരോട് പറയുന്നു, ഡൽഹിയിൽ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനവുമായി തുടരുക. അതുമാത്രവുമല്ല, പേര് മാറ്റണം. വൃന്ദ എന്ന പേരിലല്ല, മറ്റൊരു പേരിലേക്ക് മാറേണ്ടതുണ്ട്. സാഹചര്യം അത്ര പന്തിയല്ല എന്ന് പറയുന്നു. ആ അവസരത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് വൃന്ദയ്ക്ക് റീത്ത എന്ന പേര് നൽകുന്നത്. തുടർന്നുള്ള 10 വർഷക്കാലം 1975 മുതൽ 85 വരെയുള്ള വൃന്ദയുടെ ഡൽഹി കാലത്ത് അവർ റീത്ത എന്നാണ് അറിയപ്പെട്ടത്. റീത്ത എന്ന പേരിലാണ് പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ഇത് റീത്തയുടെ പാഠങ്ങളാവുന്നത്. ഡൽഹിയിലേക്ക് മാറി ഏകദേശം 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ വൃന്ദ കരാട്ടും പ്രകാശ് കരാട്ടും വിവാഹിതരാവുന്നുണ്ട്. വളരെ ചെറിയ ഒരു ചടങ്ങിൽ നവംബർ 7 എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഓർമ്മ ദിവസമാണ്. അങ്ങനെ ഒരു നവംബർ 7 വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വീണ മജുംദാറിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിലാണ് വൃന്ദയും പ്രകാശ് കരാട്ടും വിവാഹിതരാവുന്നത്. സഖാവ് AKGയും സുശീല ഗോപാലനും സുജിത്തും ഒക്കെ അടങ്ങുന്ന ചെറിയൊരു സംഘം സഖാക്കൾ അതിന് സാക്ഷിയായി. ജെന്നി മാർക്സിനെ അനുസ്മരിച്ചുകൊണ്ട് AKG ജെന്നി മാർക്സ് ആദർശവതിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഗതം എന്നോണം വൃന്ദ പറയുന്നുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയാലും ഇല്ലെങ്കിലും ശരി, ആദർശവതിയായ ഒരു ഭാര്യയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ ശക്തി പ്രാപിച്ചിട്ടില്ലാത്ത ആ സമയത്ത് തന്നെ വൃന്ദ സ്വന്തം സ്വത്വത്തെക്കുറിച്ചും സ്ത്രീത്വത്തെക്കുറിച്ചും സ്വന്തം ഐഡൻറ്റിറ്റിയെക്കുറിച്ചുമൊക്കെ എത്രത്തോളം ബോധവതിയായിരുന്നു. ആദർശവതിയായ ഒരു ഭാര്യ ആവേണ്ടതില്ല എന്നൊരു നിലപാട് അവർ എടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ തന്നെയാണ് വൃന്ദയെ മറ്റ് സഖാക്കളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ വൃന്ദ വ്യാപൃതയായി. അതിരാവിലെയുള്ള ഗേറ്റ് യോഗങ്ങൾ മുതൽ രാവിരുട്ടുവോളം വൃന്ദ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തൊഴിലാളി വർഗ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ വൃന്ദയുടെ സവിശേഷ ശ്രദ്ധയാകർഷിച്ചു. തൊഴിലാളി വർഗ കുടുംബങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന അസമത്വം, സ്ത്രീധന പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ ഇവയൊക്കെ വൃന്ദയെ ഉലച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രവർത്തനങ്ങളിൽ വൃന്ദ ഏർപ്പെടുകയുണ്ടായി. ഈ കാലത്ത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതെല്ലാം വൃന്ദയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. CITU അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു എന്നാണ് ബ്ലാക്ക് ബോർഡിൽ വൃന്ദയ്ക്കെതിരെ എഴുതി വെച്ചത്. ശാരീരികമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ തലനാരിഴയ്ക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തിരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ കലാപങ്ങൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ രൂപീകരണം,
ഇങ്ങനെ ഒരു സുദീർഘമായ കാലത്തെക്കുറിച്ചാണ് റീത്തയുടെ പാഠങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്. സമരോത്സുകമായ ഒരു കാലത്തിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകളുടെ കുറിപ്പാണ് ഇത്. വ്യക്തിപരമായ ഓർമ്മക്കുറിപ്പുകൾ എന്നതിലുപരി സംഭവബഹുലമായ ഒരു കാലത്തെ, ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയുടെ ചരിത്രം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയാം. റീത്തയുടെ പാഠങ്ങൾ എന്ന് പറയുന്നത് റീത്തയുടെ മാത്രം പാഠങ്ങളല്ല. ഇനി വരുന്ന തലമുറയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു മനുഷ്യനും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനുള്ള പാഠങ്ങൾ കൂടിയാണ്, എന്നുള്ളതിനുള്ള മാതൃകയാണ് ഈ പുസ്തകത്തിൽ വരച്ചിട്ടിട്ടുള്ളത്. റീത്തയുടെ പാഠങ്ങൾ എന്ന ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇതിൻ്റെ ഓരോ താളുകളിലൂടെയും കടന്നു പോകുമ്പോൾ സിരകളിൽ ചോര തിളയ്ക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. 1977 മുതൽ 2014 വരെയുള്ള ഒരു സുദീർഘമായ കാലം VP ഹൗസിലെ ഒരു ഒറ്റമുറിയിലാണ് പ്രിയ സഖാക്കൾ വൃന്ദാക്കാരാട്ടും പ്രകാശ് കാരാട്ടും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നറിയുമ്പോൾ എത്ര ലാളിത്യപൂർണമായിരുന്നു ആ ജീവിതം എന്ന് നാം മനസ്സിലാക്കുകയാണ്. താഴേക്കിടയിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തക, യൂണിയൻ പ്രവർത്തക, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടങ്ങി ഇന്ന് സംഘടനയുടെ നേതൃനിരയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ജീവിതം പോരാട്ടങ്ങളുടേതായിരുന്നു. ആ ജീവിതം സമരോത്സുകമായിരുന്നു. ഒരു നിമിഷം പോലും അവർ വിശ്രമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുസ്തകം. നോക്കൂ, ഇതിൻ്റെ പുറംചട്ടയിലേക്ക് നോക്കൂ. കൈയൊടിഞ്ഞിട്ടും ഒരു സമരത്തെ, ഒരു പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന വൃന്ദയുടെ പോരാട്ട വീര്യത്തിൻ്റെ തെളിവാണ് ഈ ചിത്രം. ഇന്നും വൃന്ദ ഇപ്രകാരം തന്നെയാണ്. സമീപകാലത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളും കടകളും എല്ലാം ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജിൻ്റെ കാലത്ത് ആ JCBയുടെ മുന്നിൽ നിന്ന് ധീരമായി അരുത് എന്ന് പറയുന്ന വൃന്ദയുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ജീവിതം പോരാട്ടങ്ങളുടേതാണ്. ആ ജീവിതം കമ്മ്യൂണിസത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. ഒരു പെൺകുട്ടിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും ധീരതയുടെയും അത്ഭുതകരമായ പരിവർത്തനത്തിൻ്റെയും കഥയാണിത്. നല്ലൊരു ലോക സൃഷ്ടിക്കായി പോരാടാനായി തൊഴിലാളികളെ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന പാഠം സ്വയം ഉൾക്കൊണ്ടതിൻ്റെ കഥ. റീത്തയുടെ പാഠങ്ങൾ എന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും സർവോപരി ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുമായ ശ്രീമതി R. പാർവതി ദേവിയാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിന്ത പബ്ലിഷേഴ്സ് ആണ്. ചിന്ത പബ്ലിഷേഴ്സിനും ശ്രീമതി R. പാർവതി ദേവിക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.